ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയറാമിനെ വീണ്ടും SIT ചോദ്യം ചെയ്തത്. ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്തത്. ദ്വാരപാലക പാളികളും കട്ടളപ്പാളികളും പൂജ ചെയ്തതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ജയറാമിനോട് ചോദിച്ചത്. പ്രധാനമായും ജയറാം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസാണ് ആ വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടിയത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് SIT സംഘം വീണ്ടും ചെന്നൈയിലെത്തി ജയറാമിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ജയറാം അന്ന് പറഞ്ഞിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തി അതിനുശേഷം ശബരിമലയിലേക്ക് ഉരുപ്പടികൾ കൊണ്ടുപോകുന്ന വഴി തൻ്റെ വീട്ടിലും എത്തിച്ച് പൂജ നടത്തി എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും ഒരേ ദിവസം എന്ന മട്ടിലായിരുന്നു ജയറാം അന്ന് വിശദീകരിച്ചിരുന്നത്. SITയോടും ദേവസ്വം വിജിലൻസിനോടും ഇക്കാര്യമാണ് ജയറാം പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ഇതിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് ദ്വാരപാലക പാളികളുടെ പൂജ ജയറാമിൻ്റെ വീട്ടിൽ നടത്തുമ്പോൾ അത് സെപ്റ്റംബർ മാസത്തിലാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടളപ്പാളിയുടെ പൂജയിൽ ജയറാം പങ്കെടുക്കുന്നത് ജൂൺ മാസത്തിലാണ്. അപ്പോൾ 2 മാസങ്ങളിലായി നടന്ന ചടങ്ങുകളാണ് ഒരേ ദിവസം എന്ന മട്ടിൽ ജയറാം അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ചിരുന്ന ചോദ്യം. ആ ചോദ്യം തന്നെയാണ് SITയും ജയറാമിനോട് ചോദിച്ചത്. ഏതായാലും ജയറാം അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ SITക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ജയറാം മറുപടി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ശബരിമലയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. പൂജകളുമായി ബന്ധപ്പെട്ട് പലതവണ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിട്ടുണ്ട്. അതല്ലാതെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഏതെങ്കിലും അറിവ് ഇല്ല എന്നാണ് ജയറാം പറഞ്ഞിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. ഇതിന് കാരണം ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തു എന്ന് കൃത്യമായി വിലയിരുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള പരിശോധനാ ഫലം VSCയിൽ നിന്ന് ലഭിച്ചെങ്കിലും അതിൽ അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും കൂടുതൽ സാമ്പിളുകൾ ശബരിമലയിൽ നിന്ന് എടുത്ത് VSCക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സാമ്പിളുകൾ സംബന്ധിച്ചുള്ള പരിശോധന തുടരുകയാണ്. അതിസങ്കീർണമായ പരിശോധനകളെന്നാണ് SITയും VSCയും വ്യക്തമാക്കുന്നത്. കാരണം ഈ പാളികളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശോധനകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കാലപ്പഴക്കം നിർണ്ണയിച്ചാൽ മാത്രമേ ശബരിമലയിലെ പാളികൾ അപ്പാടെ മാറ്റിയതാണോ അതല്ല അവിടുത്തെ പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കിയതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ആ തട്ടിയെടുത്ത സ്വർണ്ണപ്പാളിയാണെങ്കിലും ഉരുക്കിയ സ്വർണ്ണമാണെങ്കിലും അത് എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആ സ്വർണം റിക്കവർ ചെയ്യാൻ ഇതുവരെ SITക്ക് കഴിഞ്ഞിട്ടുമില്ല. ഈ നടപടികൾ വൈകുന്നത് കൊണ്ട് തന്നെയാണ് കേസിൽ കുറ്റപത്രം നൽകാൻ വൈകുന്നത്. ഏതായാലും കുറ്റപത്രം നൽകാത്തത് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് അനുകൂലമായി മാറുകയാണ്. അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുങ്ങുകയാണ്. 2 പ്രതികൾ ഇതിനകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം മറ്റ് പ്രധാന പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ്. ഏതായാലും VSCയുടെ പരിശോധനാ ഫലം അന്തിമമായി ലഭിച്ചാൽ മാത്രമേ കുറ്റപത്രം നൽകാൻ കഴിയുകയുള്ളൂ.